ഹായ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ കാണുന്ന മാറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ പ്രയോറിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടാതായപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, ഇവർക്കിതെന്തു പറ്റി, ഇവൾക്കിതെന്തു പറ്റി എന്ന്. അവരുടെ മനസ്സ് മാറി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. അവർ നിങ്ങൾക്ക് തന്നിരുന്ന എഫേർട്ടിൽ നിന്നും, ഇമ്പോർട്ടൻസിൽ നിന്നും, പ്രയോറിറ്റിയിൽ നിന്നും അവർ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു വേളയിൽ ലൈഫ് തന്നെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചവരായിരുന്നവർ. ഇനി നിങ്ങൾ അവരോട് എത്ര കെഞ്ചി താഴ്ന്നു പോയിന്ന് അപേക്ഷിച്ചിട്ടും കാര്യമില്ല. അവർ വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞു. അതിലാണ് അവർക്ക് ആശ്വാസം എന്നവർ കണ്ടെത്തി കഴിഞ്ഞു. ഇനി പഴയ വഴിയിലേക്ക് അവരില്ലെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അവരിങ്ങനെ എങ്ങനെയായി, അവരെങ്ങനെ മാറി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാറ്റത്തിൻ്റെ കാരണം അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവർക്ക് അത്രയും പ്രിയപ്പെട്ട ഇടങ്ങളായിരുന്നല്ലോ. എന്നിട്ടും ആ ഇടങ്ങളിൽ അവർ അത്രത്തോളം വേദന സഹിച്ചിട്ടാണ് ആ ഇടങ്ങൾ അവർ വിട്ടുപോകുന്നത്. നിങ്ങൾ അവർക്ക് വാല്യൂ കൊടുക്കാതെ, റെസ്പെക്റ്റ് കൊടുക്കാതെ അവരെ മാറ്റി നിർത്തുകയായിരുന്നു. നിങ്ങൾ അവരെ ഇരയാക്കി ചതിക്കുകയായിരുന്നു. ഇനി ഒരിക്കലും ഒരാളെയും വിശ്വസിക്കാനാവാത്ത വിധം അവർ നിങ്ങളെ മാറ്റിയെടുത്തു. എന്ന് വെച്ചാൽ നിങ്ങളാൽ അവർ മാറിപ്പോയി. അവർ ഉൾക്കൊണ്ട പാഠത്തിൽ നിന്നും അവർ ആ വലിയ തീരുമാനമെടുത്തു. ചിലതൊക്കെ വേണ്ടെന്ന് വെക്കുന്നതും വിജയമാണെന്ന്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത്ര മാത്രം: പോകുന്നവർ പോകട്ടെ, പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ, എല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ബൈ മോട്ടിവേഷൻ മലയാളം.